കോടനാട് 8ാമത്തെ ആനയായിട്ട് ഒരു പേരും ഉണ്ടാകും. ഇനിയിപ്പോൾ 5 കിലോമീറ്ററുടെ ഉള്ളൂ. അഭയാരണ്യം ഇക്കോ ടൂറിസം എന്നുള്ള ബോർഡ് കാണുന്നുണ്ട്. 5 കിലോമീറ്ററുടെ മാത്രം. മയക്കുവെടിവെച്ച ആനയെ രാവിലെ 10:45ഓടെയാണ് ലോറിയിൽ അഭയാരണ്യത്തിലേക്ക് എത്തിച്ചത്. യാത്രയിലുടനീളം കാട്ടുകൊമ്പനെ കാണാൻ നിരവധി പേരെത്തി. കൊണ്ടുവന്ന ഉടൻ അഭയാരണ്യത്തിൽ പുതുതായി തയ്യാറാക്കിയ കൂട്ടിലേക്ക് ആനയെ മാറ്റി. ഒരടി ആഴത്തിലുള്ള മുറിവാണ്. പഴുപ്പ് പൂർണ്ണമായും നീക്കാനായത് ആശ്വാസം നൽകുന്നു. ആന ക്ഷീണിതനാണ്. അതിനാൽ കൂട്ടിൽ പരാക്രമം കുറവ്. അപകടനില പൂർണ്ണമായും തരണം ചെയ്തെന്ന് ഈ ഘട്ടത്തിൽ പറയാനാകില്ല. തലച്ചോറിലേക്ക് അണുബാധ പടർന്നിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. അത്ര നല്ല പ്രോഗ്നോസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ മോശമല്ല. ഓക്കെ, ഏറ്റവും പ്ലസ് പോയിന്റ് തന്നെ ബ്രെയിനിലേക്ക് ഇൻഫെക്ഷൻ കയറിയിട്ടില്ല. അതാണ് നമുക്ക് ഒരു ഏറ്റവും നമുക്ക് കിട്ടിയൊരു ഇതായിട്ടുള്ളത്. കാരണം തന്നെ ട്രങ്ക് പാരാലിസിസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ മുറിവ് ആഴത്തിലുള്ള മുറിവാണ്. അതിന്റെ പഴുപ്പും കുറച്ചധികം കൂടുതലാണ്. ചിട്ടയായ ചികിത്സ വരും ദിവസങ്ങളിൽ ഇവിടെ തന്നെ ആരംഭിക്കും. ഇന്ന് മുതൽ തന്നെ ചികിത്സ ആരംഭിക്കും. ഇന്നൊരു പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം കൃത്യമായിട്ടുള്ളൊരു പരിശോധന അല്ലെങ്കിൽ ചികിത്സാ പ്ലാൻ തയ്യാറാക്കിയതിനു ശേഷമായിരിക്കും ഇതിന്റെ ട്രീറ്റ്മെന്റ് ഇവിടെ ആരംഭിക്കുക. ചൂട് ശമിപ്പിക്കാൻ ഇടയ്ക്കിടെ ആനയുടെ മേൽ വെള്ളമൊഴിച്ച് തണുപ്പിക്കുന്നുണ്ട്. ഡോക്ടർമാരുടെ കൃത്യമായ നിരീക്ഷണവും തുടരും. കൊമ്പന്റെ വരവോടെ അഭയാരണ്യത്തിൽ ആനകളുടെ എണ്ണം 8ആയി. അരിക്കൊമ്പനായി തയ്യാറാക്കിയിരുന്ന കൂട് ബലക്ഷയം കാരണം പൊളിച്ചു മാറ്റി പുതിയത് നിർമ്മിക്കുകയായിരുന്നു. 8ാമത്തെ ആനയായി അഭയാരണ്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഈ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടുകൊമ്പനെ. എന്തായാലും തുടർ ചികിത്സ അത്തരത്തിൽ തന്നെയുള്ള കാര്യങ്ങൾ നടപ്പാക്കി മുന്നോട്ട് പോകാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ടീം മാതൃഭൂമി ന്യൂസ്.